സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോവേദന ക്യാപ്ഷൻ, പേശിയിലുണ്ടാവുന്ന കാർട്ടിലേജിന്റെ കുറവ് അല്ലെങ്കിൽ പേശി വേദന, ജോയിന്റ് പെയിൻ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പ്ലസ് ശരീരത്തിൽ ഉണ്ടാവുന്ന ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ ചീത്ത കൊളസ്ട്രോളിനൊക്കെ നീക്കാൻ ചെയ്യാൻ പറ്റും. വെൽ ഹാർട്ട് ചീത്ത കൊളസ്ട്രോളിനായിട്ട് ബെറ്റർ ഉൽപ്പന്നമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിനെ ക്ലിയർ ചെയ്യാനും അതിന്റെ ബ്ലഡിന്റെ വെസൽസിലൂടെ ബ്ലഡ് നീക്കം കൃത്യമായി നടത്താനൊക്കെ വെൽ ഹാർട്ട് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്യൂച്ചർ പ്രൊഡക്റ്റാണ് ഐ എനർജി പ്രൊഡക്റ്റ്. നല്ലൊരു കൈഡ് കമ്പനി കൊടുക്കാം. കാരണം നിങ്ങൾ വേറെ പ്രൊഡക്റ്റാണ് ഐ എനർജി എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മുടെ. കാരണം വെച്ചാൽ നമ്മൾ കുട്ടികളായിട്ടുള്ള വിവരമായിക്കോട്ടെ, കാരണം നമുക്കിത് ആവശ്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത്. കാരണം നമ്മൾ ഈ കണ്ണിലൂടെ കാണുന്ന നമ്മൾ സോഷ്യൽ മീഡിയ കണ്ണിന്റെ ലെൻസിന്റെ പവർ കുറയ്ക്കുന്ന സാധ്യത പല ഫോണിലൂടെ കാണുന്നത് അല്ലേ. അപ്പൊ അതിന് കുട്ടികളായിക്കോട്ടെ നമുക്ക് അതിന്റെ നല്ല യൂസ് വരുന്ന പ്രൊഡക്റ്റ് ഐ എനർജി. അതേപോലെ തന്നെ പ്രോനാസിക മുകളിലുള്ള ഇഷ്യൂസിനും ശ്വാസത്തിന്റെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസിനൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആയുർവേദി നമ്മുടെ കാലാടി ഭാഗങ്ങളെ വിള്ളലിനൊക്കെ സഹായിക്കുന്നു, പ്രശ്നം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ പൗഡർ, അതായത് നമുക്ക് നല്ല ജിമ്മന്മാർക്കുള്ള കേട്ടോ കോമൺ ആയിട്ട് ജിമ്മിരിക്കുന്നവരെക്കൂടെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് വേണ്ട സോയ പ്രോട്ടീനൊക്കെ നൽകുന്ന നല്ല പ്രോട്ടീനാണ്. ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്നാൽ ശരീരത്തിന് സൈഡ് ഉണ്ടാക്കാൻ സാധ്യത ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് കൂടിയാണ് എന്ത് പ്രോട്ടീൻ പൗഡർ എന്ന ഈ പ്രൊഡക്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ മോറൽ ലൈഫ് ശരീരത്തിന്റെ മെറ്റബോളിസത്തെ ക്ലിയർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. മെറ്റബോളിസത്തെ കറക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്. ആവശ്യമില്ലാത്ത കൊഴുപ്പിനൊക്കെ അലിയിച്ച് കളയാൻ ഫാസ്റ്റ് വരുന്ന ഉൽപ്പന്നമാണ് മോറൽ ലൈഫ് എന്ന് പറയുന്നത്. 95 ആ പേര് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു പ്രത്യേക തരം ഒരു റിസൾട്ടാണ് ആളുകൾ കിട്ടുന്നത്. കാരണം ഏതൊരു വ്യക്തിക്കും തന്റെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് 95 എന്നത്. മറ്റേ ഓക്സിജൻ റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി, അതായത് ഒറാക്കിൾ. ഈ ഒറാക്കിന് സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള 9 ലക്ഷം ഒറാക്കുമാരുള്ള ഉൽപ്പന്നമാണ് 95 എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഡൈബാലൈഫ് ഇത് ഷുഗർ പേഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. എണ്ണയുടെ എത്ര ഇഷ്ടം പോലെ ഉണ്ടാവും അവർക്കൊക്കെ. അപ്പൊ ഷുഗർ ഉള്ളവർക്ക് തന്നെ അതിന്റെ മറ്റേ ആ ഒരു ഷുഗറിനെ കൺട്രോൾ ചെയ്തിട്ട് വലിയ ഇഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്ന കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ഉൽപ്പന്നമാണ് ഡൈബാലൈഫ് എന്ന് പറയുന്നത്. കവചപ്രാശം നമുക്കറിയാം. ഒരു കവചപ്രാശിന്റെ പേര് തന്നെ കവചം. അതായത് നമ്മുടെ ശരീരത്തിന്റെ കവചം നൽകുകയാണ് അല്ലെ. ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിനെ വർദ്ധിപ്പിക്കാനും മറ്റ് ഇഷ്യൂസിനെ വർദ്ധിപ്പിക്കാനും ബ്രെയിനിന്റെ വളർച്ചയെ വർദ്ധിപ്പിക്കാനൊക്കെ ഈ കവചപ്രാശം ഉൽപ്പന്നം കിട്ടും. അതിന്റെ വേറെ പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റിലെ ഏക ചവണപ്രാശം കവചപ്രാശമാണ് നമ്മുടെ ഈ കവചപ്രാശം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കുറച്ച് പേഴ്സണൽ പ്രൊഡക്റ്റുകൾ, പേസ്റ്റുകളുണ്ട്, ഫേസ് വാഷുകളുണ്ട്, അണ്ടർഐ ഉണ്ട്, ഷാമ്പുകളുണ്ട്, നമുക്ക് ഫേസ് ക്രീംസ് ഉണ്ട്, അതേപോലെ തന്നെ പൗഡേഴ്സ് ആയിട്ടുള്ള ചെറിയ പേസ്റ്റുകളുണ്ട്, മറ്റ് ഫേസ് വാഷുകളുണ്ട്, ഡെയിലി യൂസുള്ള സോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഹോം കെയർ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡിന്റെ ഐറ്റംസ് ഉള്ള ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഫാസ്റ്റ് ഡെലിവറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ട് അഗ്രോ പ്രൊഡക്റ്റുകളുടെ ഒരു കാലഘട്ടം വരാൻ പോകും. കാരണം ഇന്ന് ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടായ സമയത്തിന് പല ഭാഗങ്ങളും ഇന്ത്യക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കാലത്തിന് നമുക്ക് എല്ലാവർക്കും ഏതൊരു മലയാളിക്കും ഒരു ഇഷ്യൂസിലാണ് അവരുടെ കൃഷികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഉൽപ്പന്നമാണ് നമുക്ക് ഇത് അഗ്രോ ഉൽപ്പന്നയുടെ നൽകുന്നുണ്ട് കമ്പനി. അതേപോലെ തന്നെ ഇതൊക്കെ ഉൽപ്പന്നം ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് കമ്പനി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കമ്പനി റൺ ചെയ്ത് കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഇത് മൈലപ്സൽ മാർക്കറ്റ് എന്നുള്ള കമ്പനി. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ ഓൺലൈൻ വലിയ കാര്യം തന്നെയാണ്. ഓക്കെ. അങ്ങനെ ഹാർവസ്റ്റ് അക്കാഡമിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ പ്രസന്റേഷൻ ചെയ്തു പോയത്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേര് അഡ്രസ് ഉപയോഗിച്ചിട്ട് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരാണോ നിങ്ങളുടെ അപ്ലയൻസ് ആരാണോ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂണീക്ക് ആയിട്ട് യൂസർ ഐ ഡി കിട്ടും. അതായത് നിങ്ങൾക്ക് എന്തുണ്ട് ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന 10 നമ്പറുള്ള യൂണീക്ക് ആയിട്ടുള്ള ഐ ഡി നമ്പർ കിട്ടും. ആ ഐ ഡി നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളെ 40% ഡിസ്കൗണ്ടിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ. അതായത് നിങ്ങളുടെ ചോയ്സുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഓഫ്ലൈനിൽ വാങ്ങി ഉപയോഗിച്ച് റെക്കമെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റുകൾ എന്തൊക്കെ നോക്കാം. ഇവിടെ 6 ടൈപ്പ് ഓഫ് ഇൻകം കാണാൻ കഴിയും. ഒന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻകം ആണ്. അതേപോലെ തന്നെ സെയിൽസ് ടേണർ ബോണസ് വീക്ക്ലി ഇൻകം ആണ്. പിന്നെ അങ്ങനെ മന്ത്ലി ഇൻകം ആണ്. റാങ്ക് ഇൻകം ആയിക്കോട്ടെ, പെർഫോമൻസ് ബോണസ്, ലോയൽ ഫ്രാഞ്ച് ഒന്ന് മാറ്റി ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് ചെയ്യാൻ പറ്റും. ഇത് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ്. എന്താ റീറ്റെയിൽ പ്രോഫിറ്റ്? ഓൺലൈനുള്ള ബ്രാൻഡ് ബ്രാൻഡിന് കൂടുതൽ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് നോക്കാം. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഉൽപ്പന്നത്തിന് MRP ഉൽപ്പന്നം നമുക്ക് കിട്ടുന്ന DP റേറ്റ് ആണ്.
ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുന്ന പ്രൈസിന് എന്ത് ചെയ്യും, നമുക്കത് MRPയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പൊ ആ DPD MRPയുടെ ഇടയിൽ നിൽക്കുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് സെയിൽസ് ടാക്സ് ബോണസ് ആയിട്ട് വീട്ടിൽ കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി വീക്കിലി പേയ്മെന്റ് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്റഗ്രോ എലമെന്റ്സ് ഓൺലൈൻ ലോൺ ഇപ്പൊ ഒരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഹലോ അല്ലേ, ആ ബ്രാൻഡ്. അതേപോലെ തന്നെ ഇവിടെ ആഹാര ന്യൂസ്റ്റാർ MI ഹോമി ഈ പറഞ്ഞ 3 അതായത് നമുക്കൊരു 1000 രൂപയുടെ ഉൽപ്പന്നം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 750%, സോറി 75% ബിസിനസ് വോളിയം നേടിക്കൊണ്ട് 1750 ഓക്കെ. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഉൽപ്പന്നം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 35% 350 ബിസിനസ് എടുക്കും. അതായത് നമ്മൾ കിട്ടിയ ഐഡിയയിൽ ഏത് ഐഡിയയിൽ പോയിട്ടാണ് ഉൽപ്പന്നം വാങ്ങുന്നത് ആ കൊടുക്കുന്ന ഓർഡർഷിപ്പ് 2 നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ 12% മാച്ച് കിട്ടുന്ന വരുമാനത്തിനാണ് സെയിൽസ് ബോണസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക് ഇതിപ്പോ നിങ്ങളുടെ ഹെഡാണ് നിൽക്കും, അവിടെയാണ് നിങ്ങൾ ഓർഗനൈസേഷൻ വേണ്ട ഒരു വ്യക്തി നിങ്ങൾ ആഡ് ചെയ്തു ബിസിനസ്സിൽ കൊണ്ടുവന്നതിൽ അയാൾ മൂലം 10,000 ബിസിനസ്സോട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ 2 വ്യക്തിയിലൂടെ 2 വ്യക്തിയോട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 5,000 ഈ വെച്ച് 10,000 ബിസിനസ് അല്ലേ, ടോട്ടൽ 10,000 ബിസിനസ്. ആ 10,000 ബിസിനസ് വോളിയത്തിന്റെ 12% പറയുന്നത് 1,200 രൂപയാണ്. ഓക്കെ, ആ 1,200 രൂപ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുമാനം ലഭിക്കും. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ഓർഗനൈസേഷൻ ഫണ്ടിൽ 20,000 ബിസിനസ്സോട് 2 വ്യക്തികളെ ലഭിച്ചു. ഓർഗനൈസേഷൻ 2ലും 2 വ്യക്തികളുടെ 20,000 ബിസിനസ്സുകൾ ലഭിച്ചു. ഇത് ചിലപ്പോൾ ഓരോ വ്യക്തി 10,000 വെച്ചിട്ടുണ്ടാവും, അതിൽ 15,000 ബിസിനസ് വെച്ച് കിട്ടിയിട്ടുണ്ടാവും, 5,000 വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000ന്റെ 12% എന്ന് പറയുന്ന 2,400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുമാനം ലഭിക്കും. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കും, കാരണം കാശ് കിട്ടില്ലേ, അപ്പൊ ആളെ കൂട്ടും അല്ലെ. കാശ് കിട്ടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഇതിന് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും, പുതിയ ആളുകൾ നമ്മളെ എക്സ്പാൻഡ് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ബിസിനസ് വർദ്ധിച്ചു, കൂടുതൽ ആൾ വന്നു, കൂടുതൽ പർച്ചേസ് ചെയ്തു, കൂടുതൽ ബിസിനസ് കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ഫണ്ടില് 1,00,000 ടീമോ 1,00,000 2ൽ 2,00,000 ബിസിനസ് വോളിയം വന്നു. അങ്ങനെയാണ് എത്ര മാച്ച് ചെയ്യാം, 1,00,000 മാച്ച് ചെയ്യും അല്ലെ, കാരണം കുറവ് ഏതാണ് 1,00,000ആണ്. അപ്പൊ ഈ 1,00,000ന് ഈ 2,00,000 മാച്ച് ചെയ്തിട്ടുള്ള 12% 12,000 രൂപ ആഴ്ച ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡൗട്ട് ഉണ്ട് നമുക്ക്, 2,00,000 ബിസിനസ് ഓർഗനൈസേഷൻ കൊടുത്തല്ലോ, ബാക്കി 1,00,000 അവിടെ. ആ 1,00,000 അടുത്ത വീക്കിലേക്ക് വേണ്ടി കമ്പനി ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഗനൈസേഷൻ ഫണ്ടിൽ 5,00,000 ബിസിനസ് വോളിയം വന്നു. ഇത് നിങ്ങൾ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, കൂടുതൽ സമയം എടുത്ത് നല്ല ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ 5,00,000 ബിസിനസ് ഓർഗനൈസേഷൻ ഫണ്ടിലും ഓർഗനൈസേഷൻ 2ല് 4,00,000 ബിസിനസ് വോളിയം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വീക്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചുള്ള 1,00,000 ബിസിനസ് വോളിയം കൂട്ടി അവിടെ 5,00,000 ബിസിനസ് വോളിയത്തിന്റെ 12% 60,000 രൂപ കൊണ്ടുവരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 10,00,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ഫണ്ടിലും 10,00,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2 ലഭിക്കുമ്പോൾ, കാരണം നിങ്ങൾ കൂടുതൽ ആളിലേക്ക് നെറ്റ്വർക്കിംഗ് ആണ് അല്ലേ, നമ്മൾ 10 ആളെ കൊടുത്താൽ 10 ആൾ അടുത്ത ബിസിനസ് കൊടുക്കും, അങ്ങനെയാണ് കൊടുത്ത് ഈ ബിസിനസ് വോളിയം ലഭിക്കുന്ന സമയത്ത് അങ്ങനെ 10,00,000 10,00,000ന്റെ 12% ആഴ്ച വരുമാനം 1,20,000 രൂപ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത് നിങ്ങൾ തന്നു പോകില്ല, കമ്പനിക്ക് ലിമിറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞു 60% കൊടുക്കുന്ന എമൗണ്ട് ആണ് ആ പെർസെൻറ്റേജ് ആ അവസരം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ലിമിറ്റേഷൻ ഉണ്ട്, ഒരു സീലിംഗ് ഉണ്ട്. ആ സീലിംഗ് ആണ് ഒരാഴ്ചയിൽ 17,00,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ഫണ്ടിലും ഓർഗനൈസേഷൻ 2ലും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 12% ഇൻകമാണ് 2,10,000 മാസീവ് ഇൻകം. ഓക്കെ, ഇതാണ് ആഴ്ച വരുമാനം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ 2 ഓർഗനൈസേഷൻ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ മാച്ചിൽ കിട്ടുന്ന 12% ഇൻകമാണ് നമുക്ക് ആഴ്ച വരുമാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ബോണസ്. ഇത് കണ്ടിന്യൂസ്ലി കിട്ടുമ്പോൾ 6 മാസം കിട്ടുമ്പോൾ അത് സ്റ്റാർ പെർഫോമൻസ് ബോണസ് ആയിട്ടും കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഈ പറഞ്ഞ 2,10,000 പുറമേ ഈ ഇൻകമൊക്കെ വേറെ ലഭിക്കുന്നുണ്ടോ. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ റാങ്ക് ഇൻകം മന്ത്ലി കിട്ടുന്ന ഓരോ റാങ്കിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് റാങ്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലോയാലിറ്റി ബോണസ് മന്ത്ലി കിട്ടുന്നതാണ്. ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിന് അപ്പോൾ കിട്ടുന്ന ഒരു ഇൻകമാണ് ലോയാലിറ്റി ബോണസ്. അതേപോലെ തന്നെ ഡയമണ്ട് റോയാലിറ്റി ബോണസ്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ അട്രാക്ഷൻ അല്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ജോലി എത്ര ലക്ഷം കിട്ടുമെന്ന് പറയുള്ളൂ, ആക്റ്റീവ് ഇൻകാണ്. എന്തു ആയിക്കോട്ടെ, എത്ര വലിയ ആക്റ്റീവ് ഇൻകാണ്. ഒരാഴ്ച വേണ്ട, ഒരു ദിവസം മാറിയിരുന്ന അന്നത്തെ ദിവസത്തെ സാലറി കട്ട് ചെയ്യണം കാലമാണ് അല്ലേ. കാരണം വലിയൊരു കാരണമുണ്ട്, ഇന്ന് പല വലിയ കമ്പനികളും ആളുകൾ ഒഴിവാക്കുകയാണ്. ഏഴ് കാലഘട്ടമാണ്. 1,200 ഡിസൈനേഴ്സിനാണ് വലിയൊരു കമ്പനി ഒഴിവാക്കിയത്. 1,200 ഡിസൈനേഴ്സിന്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആക്റ്റീവ് ഇൻകം. ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കമ്പനി നമുക്ക് അട്രാക്ഷൻ? നോമിനി ഫെസിലിറ്റി.
ഈ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫാമിലി സേഫ് ആവും, നമ്മൾ സേഫ് ആവും. കാരണം ആക്റ്റീവ് ഇങ്ങനെ പുറമെ ഇതൊരു പാസീവ് ഇൻകമാണ്. അതായത് നമ്മളില്ലെങ്കിലും നമ്മുടെ അധ്വാനത്തിന്റെ പോലെ തന്നെ നമ്മുടെ ടീമിന്റെ അധ്വാനം കൊണ്ട് ആ വരുമാനം നമുക്ക് കിട്ടും. സപ്പോസ് നമ്മൾ ഈ ലോകത്ത് വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഏത് പൊസിഷനിൽ നിന്നാണ് നമ്മൾ പോയത് ആ പൊസിഷനിൽ നിന്നുകൊണ്ട് അവർക്ക് ആ വരുമാനം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ബിസിനസിന്റെ ഒരു വലിയൊരു കാര്യം വെച്ചാൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻഷുറൻസ് പോളിസി ഓരോ വാല്യൂ ബേസ് കിട്ടുന്നുണ്ട്. ഇനി നോക്കാൻ ഞാൻ ആവശ്യമുള്ള ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ഉൽപ്പന്നങ്ങളുടെ മൗത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു, അതിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കുന്നു, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ നോക്കുകയാണെങ്കിൽ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, RSS അക്കാഡമി, സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉള്ള RSS അക്കാഡമിയെ കുറിച്ച് പറഞ്ഞു അല്ലെ, MI ഡിജിറ്റലിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡേഴ്സ് ഇവിടെ കാണാൻ കഴിയുന്ന ലീഡേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. അതേപോലെ തന്നെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാനിങ് അല്ലെ, നല്ല അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ അല്ലേ, നോമിനേഷൻ ഫെസിലിറ്റി നൽകുന്ന അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ അല്ലേ. അതേപോലെ തന്നെ ISO 9001 ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ കോമേഴ്സ് ഓഫ് ഇൻഡസ്ട്രി, അതായത് വലിയൊരു മെമ്പർഷിപ്പ് നമുക്ക് FICCI ഫെഡറേഷൻ ഓഫീസിന്റെ കമ്പനിയുടെ ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കമ്പനിക്കുണ്ട്, മെമ്പറാണ്. സ്കിൽ ഇന്ത്യ പ്രോജക്റ്റ്, എന്താണ് സ്കിൽ ഇന്ത്യ പ്രോജക്റ്റ് നമുക്കറിയാൻ പറ്റും. നിരവധി യൂത്ത് ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇന്ന് പഠിച്ചു ജോലി കിട്ടാണ്ട് മറ്റു പരിപാടിക്ക് പോകുന്ന അവസരമുണ്ട്. സ്കില്ലുണ്ട് പക്ഷെ ജോലി ചെയ്യാനുള്ള അവസരമില്ല. ഇവിടെ സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു ഏജൻസി ആയിട്ട് ഹെഡായിട്ട് നമ്മുടെ കമ്പനിയെ തെരഞ്ഞെടുത്ത സർട്ടിഫിക്കറ്റ് ആണ് സ്കിൽ ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ കാര്യങ്ങൾ അല്ലെ, ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് പഠിക്കാനും ഞാൻ പറഞ്ഞതിന് പുറമെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി സെർച്ച് ചെയ്യാനൊക്കെ കമ്പനിയുടെ MI വെബ്സൈറ്റിന്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതുവരെ ഞാൻ പറഞ്ഞ ബിസിനസ് പ്ലാനുകൾ